നമസ്കാരം. പണം കടം നൽകിയവരുടെ മാനസിക സമ്മർദ്ദം മൂലം കോട്ടുവള്ളി സൗത്ത് റേഷൻ കടയ്ക്ക് സമീപം പുളിക്കത്തറ വീട്ടിൽ ആശാബിന്നി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത മാത്രമാണ് നിലനിൽക്കുന്നത്. പ്രതികളിൽ ഒരാളായ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കൈക്കൂലി കേസിലും പ്രതിയാണ്. 2018 കേരളത്തിൽ വലിയ ചർച്ചയായ വരാപ്പുഴ ശ്രീജിത്ത് കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ പരാതി ഉയർന്നത്. പ്രതിപട്ടികയിൽ നിന്നും ശ്രീജിത്തിനെ മാറ്റാൻ വീട്ടുകാരോട് 10,000 രൂപ ഇയാൾ ആവശ്യപ്പെട്ടെന്നായിരുന്നു കേസ്. ഈ കേസ് കാരണം വിരമിച്ച ശേഷം ആനുകൂല്യങ്ങളൊന്നും പ്രദീപിന് കിട്ടിയിരുന്നില്ല. ഓട്ടോ ഓടിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലും വട്ടിപ്പലിശയ്ക്ക് കടം കൊടുക്കാൻ പ്രദീപിന്റെ ഭാര്യയ്ക്ക് എങ്ങനെ പണം കിട്ടിയെന്ന ചോദ്യം നിർണായകമാണ്. വരാപ്പുഴ കസ്റ്റഡി മരണ കേസിൽ പോലീസ് മർദ്ദിച്ച് അവശനാക്കിയ ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ശ്രീജിത്തിന്റെ ഭാര്യ പിതാവിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയായിരുന്നു ക്രൂരത. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രദീപിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സസ്പെൻഷനിലായിരുന്നു. പോലീസ് കസ്റ്റഡിയിലായിരിക്കെയാണ് വരാപ്പുഴ സ്വദേശിയായ ശ്രീജിത്ത് മരിക്കുന്നത്. വരാപ്പുഴ ദേവസ്വം പാടത്ത് CPM അനുഭാവിയായ വാസുദേവന്റെ മരണത്തെ തുടർന്ന് പോലീസ് ആളുമാറി ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവം കൈവിട്ടു പോയതോടെ അഭിഭാഷകർ മുഖേനയാണ് ഈ പണം ബന്ധുക്കൾക്ക് പ്രദീപ് തിരിച്ചു നൽകിയത്. സർവീസിൽ തിരിച്ചെത്തിയെങ്കിലും ആനുകൂല്യങ്ങൾ ഈ കേസ് കാരണം കിട്ടിയില്ല. അപ്പോഴും വലിയ തുകകൾ പ്രദീപിന്റെ ഭാര്യയെ കൈകാര്യം ചെയ്തുവെന്നാണ് ആശാബിന്നിയുടെ മരണം വ്യക്തമാക്കുന്നത്. ആരുടെയെങ്കിലും ബിനാമി തുകകളാണോ ഇതെന്നും സംശയമുണ്ട്. പ്രതികളായ ബിന്ദുവിനെയും ഭർത്താവ് പ്രദീപിനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് പറവൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരിച്ച ആശയും ബിന്ദുവും തമ്മിൽ നടന്ന ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് വീഴ്ചയാണ് ആശയുടെ മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ബിന്ദുവിൽ നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും ഇത് തിരിച്ചു നൽകിയിട്ടും പലിശയ്ക്ക് മേൽ പലിശയും ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും വീട്ടിലും നടന്ന ഭീഷണിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവൂർ പോലീസ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുന്നത്. ആത്മഹത്യക്കുറിപ്പിനെ കുറിച്ച് അറിഞ്ഞതോടെ പ്രദീപും ഭാര്യയും ഒളിവിൽ പോയി. ആശയ്ക്കും ബിന്ദുവിനും ഇടയിൽ നടന്ന ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടിൽ വൻ ദുരൂഹതയുണ്ടെന്ന് പോലീസും ചൂണ്ടിക്കാട്ടുന്നു. 10 ലക്ഷം രൂപ വരെ ആശ കൈകാര്യം ചെയ്തിട്ടും ഭർത്താവ് പോലും അറിഞ്ഞിരുന്നില്ല. ബിന്ദു നൽകിയ പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കും. തനിക്ക് ലഭിച്ച പണം ആശ എങ്ങനെ വിനിയോഗിച്ചു എന്നും അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ ഈ പണം ആശ നിക്ഷേപിച്ചോ എന്നും സംശയമുണ്ട്. ബിന്ദുവിനപ്പുറം കൂടുതൽ ആളുകളിൽ നിന്നും ആശ പണം കടം വാങ്ങിയതായും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി ചുരുങ്ങിയ തുകയുടെ ഇടപാട് മാത്രമാണ് നടന്നത്. ബാക്കിയെല്ലാം പണമായിട്ട് തന്നെയാണ് നൽകിയത്. ഇങ്ങനെ പണം നൽകാൻ പ്രദീപിന്റെ ഭാര്യയ്ക്ക് പണം എവിടെ നിന്ന് കിട്ടിയെന്നതും ദുരൂഹമാണ്. അതിനിടെ പോലീസ് വീഴ്ചയാണ് ആശയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലും ഭീഷണിപ്പെടുത്തിയിട്ടും പ്രദീപിനെതിരെ നടപടിയെടുത്തില്ലെന്ന് ആശയുടെ ബന്ധു അനീഷ് പറയുന്നു. വട്ടിപ്പലിശക്കാരിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ആശയുടെ മരണത്തിൽ കൊണ്ട് ചെന്നെത്തിച്ചതെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പാണ് പുറത്തു വന്നത്. ഇക്കാര്യം ആശ ഒരു ബുക്കിൽ കുറിച്ചിരുന്നു. വട്ടിപ്പലിശക്കാരുടെ സമ്മർദ്ദം താങ്ങാനാകാതെ ജീവനൊടുക്കുന്നു എന്നായിരുന്നു കുറിപ്പ്. 2 വർഷം മുൻപ് വാങ്ങിയ 10 ലക്ഷം രൂപ പലിശ സഹിതം 24 ലക്ഷം രൂപ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുതലിന്റെ 3 ഇരട്ടി വരെ മടക്കി നൽകിയിട്ടും പ്രദീപ് കുമാറും കുടുംബവും ഭീഷണി തുടർന്നു. ഇതിന്റെ പേരിലാണ് ജീവനൊടുക്കിയതെന്നാണ് കുറിപ്പിൽ പറയുന്നത്. വീടിനടുത്തുള്ള 3 കടമുറികളിൽ 2 എണ്ണം വാടകയ്ക്ക് നൽകി. ഒരെണ്ണത്തിൽ പലചരക്ക് കച്ചവടം നടത്തുകയാണ് ആശയും ഭർത്താവ് ബെന്നിയും. ഞാൻ 1 ലക്ഷത്തിന് 10,000 രൂപ പലിശ കൊടുത്തിരുന്നു. ഭർത്താവ് ചുറ്റി പിടിച്ച 8.5 ലക്ഷം രൂപയും സ്വർണം പണയം വെച്ച പൈസയും മറ്റുള്ളവരിൽ നിന്ന് സ്വർണം വാങ്ങി പണയം വെച്ചും പ്രദീപിന്റെയും ബിന്ദുവിന്റെയും മുതലും പലിശയും എല്ലാം നൽകി. ഇനി 22 ലക്ഷം രൂപ കൂടി നൽകണമെന്നും അതിന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണമെന്നും പ്രദീപും ബിന്ദുവും ആവശ്യപ്പെട്ടു എന്നാണ് കുറിപ്പിലുള്ളത്. മരിക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ എന്ത് ചെയ്യും ദൈവമേ. അവരുടെ പ്രഷർ കൊണ്ട് ഞാൻ 11-ാം തീയതി കൈഞ്ഞരമ്പ് മുറിച്ചു. ഇനി ഞാൻ 3 പേപ്പറിൽ ഒപ്പിടണം. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊടുക്കുമെന്ന് പറഞ്ഞ് ഇന്നലെയും ഭീഷണിപ്പെടുത്തി. ഞാൻ മരിച്ചാൽ ഉത്തരവാദി ബിന്ദു പ്രദീപും കുടുംബമാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു.